അച്ഛൻ തിരുമേനിയായിരുന്നു. തിരുമേനിയാണോ പറഞ്ഞത് മാല പോരെന്ന്? അതെ. ആ വാരസേര ഓട്ടിക്കാൻ തനിക്ക് വലിയ ഉഷാറായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്തായി? താൻ കൊണ്ടുവരുന്ന മാലയിട്ട് പൂജ നടത്തിയാലേ ദൈവചൈതന്യം അതിന്റെ വഴിക്ക് പോകും. എന്റെ പൊന്നു തിരുമേനി, ഇവിടേക്കുള്ള മാല എത്തിക്കാനുള്ള പാട് എനിക്കേ അറിയൂ. ഏറ്റ കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏൽക്കാൻ പോകുന്നേ? ഇതൊരു ക്ഷേത്രമാ. ഇതിൻ്റെതായ ശുദ്ധിയും ചിട്ടയും ഒക്കെ ഉണ്ട്. എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റൂ. അറിയാലോ, നമ്പ്യാരായി ഈ ക്ഷേത്രം ഭരിക്കുന്നത്. നമ്പ്യാരെ ചോദ്യം ചെയ്താ അവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നാലേ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ പോവുക ഞാനല്ല, റിസീവർ. ആര്? റിസീവർ. ഈ അമ്പലത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. അദ്ദേഹം ഇന്ന് പുലർച്ചെ ചാർജ് എടുക്കുകയും ചെയ്തു. എന്തൊക്കെയാ തിരുമേനി ഈ പറയുന്നത്? എന്നിട്ട് ആ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒക്കെ രഹസ്യമായിട്ടാ നടത്തിയത്. അറിഞ്ഞാൽ താൻ തടയൂല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ഒരു ഗോപ്യമായി ചെയ്തു. ആ, ഇതാണ് റിസീവർ. ഇനി എല്ലാം നേരിട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. താനാണല്ലേ നമ്പ്യാര്? ഞാൻ കമ്മിറ്റിയുടെ മിനിറ്റ്സും വരവ് ചെലവ് കണക്കൊക്കെ പരിശോധിച്ചു. നമുക്ക് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും. എന്തിന്? അതൊക്കെ ഞാൻ പറയാം. ഇപ്പോഴല്ല, പിന്നീട്. പിന്നെ ആ മാലയുടെ പ്രശ്നം വന്നപ്പോ തന്നെ കേട്ടത് തനിക്കെതിരെയുള്ള പരാതിയാ. ഒരു പാവം വാരസ്യാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ. അവര് ശരിയല്ല എന്ത് താനങ്ങ് തീരുമാനിച്ചോ? ആ തീരുമാനം ഞാനങ്ങ് പിൻവലിക്കാൻ പോവാ. നാളെ മുതൽ താൻ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു മാലയും ഇവിടെ വേണ്ട. വാരസ്യാരെ മുൻകാല പ്രാബല്യത്തോടെ സർവീസിൽ തിരിച്ചെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അത്രയൊക്കെ വേണോ സാറേ? എടുത്തുചാട്ടം നല്ലതല്ല. താൻ എന്ത് ചെയ്യും? നമ്പ്യാരെ, തന്റെ ദുർഭരണത്തിനെതിരെ നിരവധി പരാതികൾ സർക്കാരിനും ദേവസ്വം ബോർഡിനും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാ എന്നെ നിയമിച്ചത്. മരിക്കുവോളം ഈ കസേരയിലിരിക്കാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. പക്ഷേ ഇരിക്കുന്ന കാലം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട, ചെലവാകില്ല. നമ്പ്യാരെ, തന്റെ കാലം കഴിഞ്ഞു. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ആപത്ത് വരും.